ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വസുന്ധരയുടെ മനസ്സ് മാറിയതിന്റെ സന്തോഷത്തിൽ ആനന്ദവർമ്മ വസുന്ധരയോട് പറയുന്നു, വസു, താൻ ഒരു അമ്മ എന്ന നിലയ്ക്ക് മക്കളോട് താൻ ചെയ്ത തെറ്റുകൾ അവർ പൊറുക്കും. അതുകൊണ്ട് തന്നെ അവരോട് ഇനിയെങ്കിലും വസു താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് അഖിയെയും ശ്യാമയെയും തിരികെ വിളിക്കണം. അതാണ് ഒരു അമ്മ എന്ന നിലയിൽ താൻ ചെയ്യേണ്ടത് എന്ന വസുന്ധരയുടെ ആ ആനന്ദവർമ്മ പറയുന്നത് കേട്ട് വസുന്ധര പറഞ്ഞു, ആനന്ദേട്ടാ, ഇപ്പൊ വേണ്ട, എനിക്കറിയാം ആനന്ദേട്ടന്റെ മനസ്സ്. പക്ഷേ ശ്യാമയെയും അഖിയെയും ഇപ്പോ തിരികെ വിളിക്കാൻ പറ്റില്ല. അത് കേട്ട ഉടനെ അന്തർമ്മ ആകെ വിഷമത്തിലായി. അവൾക്ക് നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ശ്യാമയെ തിരികെ വിളിക്കാൻ ഇപ്പോൾ ആവില്ല. എന്റെ മകൻ ഇപ്പോ ഒരു മകൻ പെരുവഴിയിലാണ്. മറ്റൊരാളുടെ കൂടി ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വസുന്ധര ആനന്ദവർമ്മയോട് പറയുന്നത് കേട്ട് ആനന്ദവർമ്മ പറഞ്ഞു, എന്തായാലും നന്നായി ആലോചിച്ച് താൻ ഒരു തീരുമാനമെടുക്ക്, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദവർമ്മ അവിടെ നിന്ന് പോകുന്നു. ഐശ്വര്യ അപ്പോഴും വസുന്ധരയുടെ സ്വഭാവത്തിൽ മാറ്റം സംഭവിച്ചു എന്ന ആശങ്കയോടെ വസുന്ധരയോട് പറഞ്ഞു, അമ്മേ, ആ ശ്യാമ അവൾ നന്നായിട്ട് പാടൂ എന്നൊക്കെ സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷേ അവൾ നമ്മുടെ കുടുംബത്തോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ അമ്മ ഒരു കാരണവശാലും മറക്കരുത് എന്ന് ഐശ്വര്യ വസുന്ധരയെ ഓർമ്മിപ്പിക്കുമ്പോൾ, അമ്മ എന്താ മറുപടിയൊന്നും പറയാത്തതായി എന്ന് വസുന്ധരയോട് വീണ്ടും വീണ്ടും ഐശ്വര്യ ആവർത്തിച്ചു ചോദിക്കുമ്പോൾ വസുന്ധര പറഞ്ഞു, ഐശ്വര്യ പ്ലീസ്, എനിക്ക് നീ അല്പം സമാധാനം താ, ഞാനൊന്ന് കുറച്ചു നേരം തനിച്ച് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യയോട് അവിടുന്ന് പോകാനായി വസുന്ധര ആവശ്യപ്പെട്ടു. അപ്പോഴാണ് വസുന്ധരയുടെ മനസ്സിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇപ്പോ ശ്യാമയോട് വസുന്ധരയ്ക്ക് എന്തോ അനുഭവം തോന്നിയിട്ടുണ്ട് എന്ന് ഐശ്വര്യ മനസ്സിലാക്കുന്നു. എന്തായാലും ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. ശ്യാമ ഇനി ഒരു കാരണവശാലും അവൾ ഇവിടേക്ക് മടങ്ങി വരാൻ പാടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഐശ്വര്യ മടങ്ങുന്നു. അപ്പോഴാണ് ചെന്നൈക്ക് പോയ അരുന്ധതി മടങ്ങിയെത്തിയതിനു ശേഷം വിശേഷങ്ങളൊക്കെ വിസ്മയ പറഞ്ഞത് കേട്ട് കലിയോടെ വിസ്മയെ അരുന്ധതി നോക്കുന്നു. വിസ്മയുടെ അരുന്ധതിയുടെ നോട്ടം കണ്ടുകൊണ്ട് വിസ്മയ പറഞ്ഞു, മമ്മി എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എന്നെ തല്ലിക്കോളൂ, അല്ല എന്നെങ്കിൽ കൊന്നോളൂ, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മമ്മി? അപ്പോഴത്തെ മാനസികാവസ്ഥ മമ്മിയോട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുപോലെ ഒരു സാഹചര്യവും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലുമായിരുന്നു അപ്പോ എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു, ആ അവാർഡ് അവൾക്കുള്ളതാണ്, അവൾക്ക് അർഹതപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അരുന്ധതിയോട് വിസ്മയ പറയുമ്പോൾ അരുന്ധതി കേട്ടുകൊണ്ട് ചോദിച്ചു, നീ ഇപ്പോ പറഞ്ഞത് നിനക്ക് ഇങ്ങനെ ഒരു ധിക്കാരം എന്നോട് പറയാൻ എങ്ങനെ തോന്നി? ആ അവാർഡ് വാങ്ങിക്കേണ്ട ആളായ നീ അത് അവൾക്ക് കൊടുത്തിട്ട് വന്നിരിക്കണോ? അവളാണ് ശരിക്കും ആ അവാർഡിന് അർഹത എന്ന് ഉറപ്പിച്ചതുപോലെ. അത് മാത്രമല്ല, അത് വന്ന് എന്റെ മുന്നിൽ പറയാനും യാതൊരു ഉളുപ്പുമില്ലാതെ അത് പറയാനും കൂടി നിന്നെ ധൈര്യം കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് അരുന്ധതി വിസ്മയെ സഹായിക്കുന്നു. അത് കേട്ടതോടെ അരുന്ധതിയുടെ വിസ്മയെ പറഞ്ഞു, മമ്മിയോട് ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് അവിടെ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പോലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മനസ്സ് ആകെ കൈവിട്ട പോലെയായിരുന്നു. എന്റെ മനസ്സ് ഒരു മയിൽപ്പീലി തണ്ട് പോലെ പറന്നു നടക്കുകയായിരുന്നു. ആ അവസ്ഥയിലായിരുന്നു ഞാനപ്പോ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അപ്പോഴാണ് അവിടെ നിന്ന് ആരോ പറഞ്ഞത് ഈ അവാർഡ് ശ്യാമിക്ക് കൊടുക്കണമെന്നുള്ളത്. അവിടെയുള്ള എല്ലാവരും അതേ തീരുമാനം തന്നെ പറയുകയും ചെയ്തു. ഇതെല്ലാം കേട്ടതോടെ അരുന്ധതി പറഞ്ഞു, മിണ്ടി പോകരുത്, എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ അത് ന്യായീകരിക്കണം. ഇനിയും ആ ശ്യാമയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം നീ എടുത്തില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അരുന്ധതി വിസ്മയെ ശകാരിക്കുമ്പോൾ വിസ്മയ അരുന്ധതിക്കരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു, എന്റെ കഴുത്ത് നേരിച്ച് കൊന്നോളൂ, എന്നെ കൊന്നോളൂ, ഇനി എനിക്ക് ജീവിക്കാൻ അർഹതയില്ല. മമ്മിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്റെ മനസ്സ് ആ നിമിഷം കൈവിട്ടു പോയിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലായിരുന്നു മമ്മി. അപ്പോ അവിടെ സംഭവിച്ചതൊക്കെ മമ്മി നേരിട്ട് കാണേണ്ടതായിരുന്നു എന്നല്ല വിസ്മയ അരുന്ധതിയോട് പറയുന്നു. എല്ലാം കേട്ടതിനു ശേഷം അരുന്ധതി വിസ്മയോട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട. അപ്പോഴേക്കും അരുന്ധതിയോട് വിസ്മയ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി മമ്മി. ഇനി ഞാൻ ജീവിക്കുന്നില്ല, ഇനി എനിക്ക് ജീവിക്കാനുള്ള അവകാശമില്ല, ഈ നിമിഷം തന്നെ ഞാൻ മരിക്കാൻ പോവാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിസ്മയ അരുന്ധതിയുടെ കൈ പിടിക്കാൻ തുടങ്ങുമ്പോൾ അരുന്ധതി പറഞ്ഞു, നീ വിഷമിക്കാതെ. മുമ്പൊരു വട്ടം അരുന്ധതിയുടെ മകളായ വിസ്മയ പലതവണ ഇങ്ങനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാനായി തയ്യാറായതോർത്ത് അരുന്ധതി പെട്ടെന്ന് ആലോചിച്ചു, അയ്യോ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ നിന്നോട് അങ്ങനെ പറഞ്ഞു പോയതാണ്. നീയും തനിച്ചായിരുന്നല്ലോ, എനിക്കും നിന്റെ കൂടെ വരാൻ കഴിഞ്ഞില്ല. കൃത്യസമയത്ത് എനിക്ക് ചെന്നൈക്ക് പോകേണ്ടി വന്നില്ലേ? സാരമില്ല, ഇനി സംഭവിച്ചൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട.
മമ്മി അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെയെല്ലാം പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് അരുന്ധതി വിസ്മയെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും അരുന്ധതി വിസ്മയ പറഞ്ഞു, അമ്മേ ഞാൻ പറഞ്ഞില്ലേ എന്റെ മാനസികാവസ്ഥ, അപ്പോ അതെന്തായിരുന്നു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അതുപോലൊരവസ്ഥയിലായിരുന്നു ഞാനപ്പോ എന്നെല്ലാം പറഞ്ഞത് കേട്ട് അരുന്ധതി പറഞ്ഞു, മോളെ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് തോന്നുന്നു എന്താന്ന് വെച്ചാൽ ആ ശ്യാമയുണ്ടല്ലോ, അവൾ ഭയങ്കര വിശ്വാസിയല്ലേ, ഏതു നേരവും പൂജയും വഴിപാടും മറ്റുമായി നടക്കുകയാണ്. അതുപോലെ തന്നെയാണ് ആ വാസുദേവൻ എന്ന് പറയുന്ന അവളുടെ അച്ഛനും. അതുകൊണ്ട് തന്നെ അവർ എന്റെ മോൾക്കെതിരെ എന്തെങ്കിലും കൂടോത്രം ചെയ്തോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്റെ മോളുടെ മനസ്സ് മാറുന്നതിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകണം. അതായിരുന്നിരിക്കാം അങ്ങനെയൊക്കെ തോന്നാനുള്ള കാരണം. നിന്റെ മനസ്സ് അപ്പോ നിന്റെ പിടിയിലായിരുന്നില്ലെന്നും മനസ്സിൽ എന്തൊക്കെയോ മാറി മറിയുകയായിരുന്നു എന്നല്ലേ മോള് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. അവരെന്തോ ശുദ്ധം നിനക്കെതിരെ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ആലോചന എന്ന് അരുന്ധതി വിസ്മയോട് പറഞ്ഞു. അതെല്ലാം കേട്ടതും വിസ്മയ പറഞ്ഞു, അത് മാത്രമല്ല മമ്മി, എനിക്ക് തോന്നുന്നത് ഞാൻ അന്ന് ആ തിരുവാഭരണം മോഷ്ടിക്കാനായിട്ട് കൂട്ടുനിന്നില്ലേ, അപ്പോ അന്ന് ആ തിരുവാഭരണം മോഷ്ടിച്ചതിന് കൂട്ടുനിന്നതിന് ഭഗവാൻ എനിക്ക് തന്നെ ശിക്ഷയാകാനാണ് സാധ്യതയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അന്ന് ആ തിരുവാഭരണം മോഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ ഐശ്വര്യർത്തി ഇതിന് കൂട്ടുനിന്നത് കൊണ്ട് അന്ന് 1,00,000 രൂപയുടെ ഡയമണ്ട് നെക്ലേസ് അന്ന് ഐശ്വര്യ ചേച്ചിക്ക് നഷ്ടമായി. എനിക്ക് ഭഗവാൻ ഇപ്പോ ഇങ്ങനെ ഒരു തിരിച്ചടി തന്നതായിരിക്കും, ഭഗവാന്റെ കോപമായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വിസ്മയ ആശങ്കയോടെ അരുന്ധതിയോട് പറഞ്ഞു. അതെല്ലാം കേട്ടതോടെ അരുന്ധതിക്കും വല്ലാത്ത ആശങ്കയായി. അരുന്ധതി ഉടനെ തന്നെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, എന്റെ കൃഷ്ണ, എന്റെ മോളുടെ ഇനിയും നിന്റെ ഇത്തരത്തിലുള്ള ലീലകളൊന്നും ഉണ്ടാകരുതേ. എന്റെ മോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്കൊക്കെ നീ മാപ്പ് കൊടുക്കണേ, അവളോട് പൊറുക്കണേ എന്ന്, എന്റെ മോളെ കൈവെടിയരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അരുന്ധതി നിൽക്കുന്നു. അതിനുശേഷം ശ്യാമയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാത്തതിന്റെ നിരാശയിലായിരുന്നു ആ സമയത്ത് വസുന്ധര. അപ്പോഴേക്കും അരുൺ തന്റെ മകളായ ശ്രീകുട്ടിയുമായി പുറത്തേക്ക് പോകുന്നു. അരുണും ശ്രീകുട്ടിയും കൂടി ഒരു വിജനമായ ഒരു സ്ഥലത്ത് ഒരു പാടവരമ്പത്ത് രണ്ടുപേരും കളിക്കുന്നു. അവിടെ ശ്രീകുട്ടി അരുണിന്റെ അടപ്പിച്ച് അരുണിനോട് തന്നെ പിടിക്കാനായി പറയുന്നു. അങ്ങനെ ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അരുൺ കണ്ണടച്ച് ശ്രീകുട്ടിയെ പിടിക്കാനായി ആ കണ്ണടച്ചുകൊണ്ട് മോളെ എവിടെയാ എന്നെല്ലാം ചോദിച്ച് തപ്പി നടക്കുന്നു. അപ്പോഴേക്കും അരുണിന്റെ ചുറ്റും ഓടിക്കറങ്ങിക്കൊണ്ട് ശ്രീകുട്ടി ഞാൻ ഇവിടെയുണ്ട് അങ്കിൾ എന്ന് പറഞ്ഞ് അരുണിനെ കബളിപ്പിക്കണം. അങ്ങനെ ശ്രീകുട്ടി മിണ്ടാതെ പതുക്കെ പിന്നിലേക്ക് പോകുമ്പോൾ അരുൺ പറഞ്ഞു, മോളെ സൂക്ഷിച്ച് വീഴല്ലേ എന്ന് അരുൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകുട്ടി പറഞ്ഞു, അങ്കിളിന് എന്നെ പിടിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി മുന്നോട്ട് ഓടിപ്പോകുന്നു. കുറച്ചു പാറിയതിനു ശേഷം അരുണിനോട് കളിയാക്കിക്കൊണ്ട് അങ്കിളിന് എന്നെ പിടിക്കാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീകുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന ഒരു മരക്കുറ്റിയിൽ ശ്രീകുട്ടിയുടെ കാല് തട്ടുന്നു. അങ്ങനെ ആ മരക്കുറ്റിയിൽ തട്ടി ശ്രീകുട്ടി പിന്നിലേക്ക് വീഴുന്നു. അയ്യോ എന്നുള്ള ശ്രീകുട്ടിയുടെ നിലവിളി കേട്ട് അരുൺ കണ്ണു തുറന്നു. ശ്രീകുട്ടിയുടെ ശബ്ദമൊന്നും കേൾക്കാതെ മോളെ ശ്രീകുട്ടി എന്ന് വിളിച്ചുകൊണ്ട് അരുൺ അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു. അപ്പോഴാണ് കുറച്ചങ്ങ് മാറി ഒരു വലിയൊരു ഗർത്തം കാണുന്നത്. അരുൺ വേഗം അവിടേക്ക് വരുന്നതും ശ്രീകുട്ടി അതിലേക്ക് വീണു പോയതായി കണ്ട് ആകെ വിഷമത്തോടെ മോളെ ശ്രീകുട്ടി എന്ന് നിലവിളിച്ചു. പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ശ്രീകുട്ടി എന്ന് വിളിച്ചുകൊണ്ട് അരുൺ ഞെട്ടി ഉണർന്നു. ശ്രീകുട്ടി എന്നുള്ള വിളിയേട്ട് അരികിൽ കിടന്ന ഐശ്വര്യ ഉണർന്നിട്ടുണ്ടാകുമോ എന്ന ഭയത്തോടെ പെട്ടെന്ന് അരുൺ നോക്കിയതും ഐശ്വര്യ നല്ല മയക്കത്തിലായിരുന്നു. അപ്പോഴേക്കും അരുൺ വേഗം ചാടി എഴുന്നേറ്റു. അരുണിന്റെ മനസ്സിലേക്ക് താൻ കണ്ട ദുസ്വപ്നം വീണ്ടും കടന്നു വന്നു. എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയാതെ മനസ്സാകെ അസ്വസ്ഥമായതുകൊണ്ട് അരുൺ വേഗം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചതിന് ശേഷം വേഗം തന്റെ മൊബൈൽ കയ്യിലെടുത്തു. അതിനുശേഷം ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ഡോർ തുറന്ന് അരുൺ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്ത് സെറ്റിയിൽ വന്നിരുന്നതിന് ശേഷം അരുൺ കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് അരുൺ വീണ്ടും വല്ലാതെ വ്യാകുലപ്പെട്ടു. ഉടനെ തന്നെ അരുൺ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം എന്ന് തീരുമാനിച്ച് വേഗം തന്നെ തന്നെ മൊബൈലെടുത്ത് അരുൺ ഐശ്വര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഐശ്വര്യയും മോളും നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഐശ്വര്യ വേഗം എഴുന്നേറ്റു. ആരാ ഈ സമയത്ത് എന്ന് ആലോചിച്ച് ഫോൺ എടുത്ത് നോക്കിയതും അരുൺ ആണ് വിളിക്കുന്നതെന്ന് കണ്ടതോടെ ഐശ്വര്യ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ എന്ന് വിളിച്ചതും അരുൺ പറഞ്ഞു, ഇത് ഞാനാ അരുൺ. അപ്പോഴേക്കും അശ്വതി പറഞ്ഞു, എനിക്ക് മനസ്സിലായി, എന്താ അരുൺ ഈ സമയത്ത് എന്ന് ചോദിച്ചതും അരുൺ പറഞ്ഞു, അല്ല നിങ്ങൾ ഉറക്കമായോ, മോൾ ഉറങ്ങിയോ എന്ന് ചോദിച്ചതും അതെ ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു എന്ന് അശ്വതി മറുപടി നൽകി. ഉടനെ തന്നെ അരുൺ പറഞ്ഞു, ഞാൻ ഉറങ്ങുകയായിരുന്നു, പെട്ടെന്ന് മോളെ കുറിച്ച് ഓർത്തു, അതാ മോളെ ശബ്ദം ഒന്ന് കേൾക്കണം എന്നോർത്ത് മോളുടെ വിശേഷം അറിയണം എന്നോർത്ത് ഉടനെ ഞാൻ വിളിച്ചത് എന്ന് അരുൺ പറയുന്നു. അത് കേട്ടതും അശ്വതി പറഞ്ഞു, മോൾക്ക് കുഴപ്പമൊന്നുമില്ല, മോൾ ഉറങ്ങുക എന്ന് പറഞ്ഞതും
അരുൺ ചോദിച്ചു. മോൾക്ക് അസുഖമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അന്വേഷിച്ചതും ഇല്ല, അവൾക്കൊരു കുഴപ്പവുമില്ല, അവളെ ഞാൻ നല്ലപോലെ നോക്കുന്നുണ്ട്, ഞാൻ അവളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് അശ്വതിയോട് അരുൺ അറിയിച്ചു. അത് കേട്ടതും അരുണിന്റെ മറുപടി കേട്ട് അശ്വതി പറഞ്ഞു, അരുൺ, ഞാൻ നന്നായിട്ട് അവളെ നോക്കുന്നുണ്ട്, മോൾക്ക് ഒരു കുഴപ്പവുമില്ല, അവളെ നന്നായിട്ട് തന്നെയാ ഞാൻ നോക്കുന്നത്. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, മോൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കണം, എന്നോട് പറയണം എന്ന് പറഞ്ഞതും ശരി, അറിയിക്കാം എന്ന് അശ്വതി മറുപടി പറഞ്ഞു. അറിയിക്കുമല്ലോ അല്ലേ എന്ന് വീണ്ടും അരുൺ ചോദിച്ചതും അറിയിക്കാം, തീർച്ചയായിട്ടും പറയാമെന്ന് അശ്വതി മറുപടി നൽകി. ഉടനെ അരുൺ പറഞ്ഞു, എന്നെക്കുറിച്ച് അന്വേഷിക്കാറുണ്ടോ എന്ന് ചോദിച്ചതും ഉണ്ട്, മോൾക്ക് അരുൺ അങ്കിൾ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് എന്ന് അശ്വതി മറുപടി നൽകി. അത് കേട്ടതും അരുൺ വലിയ സന്തോഷത്തിലായി. അപ്പോഴേക്കും അവിടേക്ക് വസുന്ധര എത്തുന്നു. അരുൺ ഫോണിൽ സംസാരിക്കുന്നത് വസുന്ധര ശ്രദ്ധയോടെ നോക്കുമ്പോൾ അരുൺ പറഞ്ഞു, രക്തത്തെ തിരിച്ചറിയുന്നു അല്ലേ എന്ന് ചോദിച്ചു. അതേ എന്ന് അശ്വതി മറുപടി നൽകിയതും ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞ് അരുൺ പറയാൻ ഒരുങ്ങുമ്പോൾ അവിടേക്ക് വന്ന വസുന്ധരയെ അരുൺ കാണാനിടയാകുന്നു. വസുന്ധര അപ്പുറത്ത് നിൽക്കുന്നത് കണ്ടതോടെ അരുൺ പറഞ്ഞു, ശരി എന്നാൽ ഞാൻ നാളെ വിളിക്കാം എന്ന് പറഞ്ഞ് അരുൺ ഫോൺ വെച്ചു. അപ്പോഴേക്കും അശ്വതി എന്തിനായിരിക്കും അരുൺ വിളിച്ചതെന്ന് ആലോചിച്ച് ഫോൺ കട്ട് ചെയ്തു. അരുൺ പെട്ടെന്ന് വസുന്ധര അരികിലേക്ക് വന്നത് അരുൺ പോകാൻ തുടങ്ങുമ്പോൾ വസുന്ധരയെ അഴിച്ചു. അല്ല, എന്താ, ആരാ വിളിച്ചത് എന്ന് ചോദിച്ചതും അരുൺ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചതായിരുന്നു, അവനോട് സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അരുൺ പോകാനായി ശ്രമിച്ചു. ഉടനെ തന്നെ വസുന്ധര പറഞ്ഞു, അരുൺ നിൽക്ക്, ഏത് ഫ്രണ്ടാ എന്ന് വസുന്ധര ചോദിച്ചതും അരുൺ പറഞ്ഞു, അമ്മേ, ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല ഇങ്ങനെ ഏത് ഫ്രണ്ടാന്നൊക്കെ ചോദ്യം ചെയ്യാൻ, അത് അമ്മയ്ക്ക് അറിയാവല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അരുൺ വസുന്ധരയുടെ മറുപടി പറയാതെ പോകാൻ ഒരുങ്ങുന്നു. അപ്പോഴേക്കും വസുന്ധരയ്ക്ക് ആകെ ടെൻഷനായി. ദൈവമേ, അത് ഏത് ഫ്രണ്ടായിരിക്കും, ഇനി ആ അശ്വതി തന്നെ ആയിരിക്കുമോ? എൻ്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഞാൻ ഒഴിവാക്കിയതാണ്, വീണ്ടും എൻ്റെ മോന്റെ ജീവിതം തകർക്കാനായി അവൾ വീണ്ടും തിരികെ വന്നോ എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് വസുന്ധര പെട്ടെന്ന് ചിന്തിച്ചു, ഇതിനെല്ലാം കാരണക്കാരി അവളാണ്, ആ ശ്യാമ എന്ന് മനസ്സിൽ ശ്യാമയോടുള്ള വിരോധം വീണ്ടും മനസ്സിൽ അങ്ങനെ കുമിഞ്ഞുകൂടുന്നു. ആ സമയത്ത് അരുൺ വസുന്ധരയെ ഒഴിവാക്കി വേഗം റൂമിലേക്ക് എത്തുന്നു. റൂമിൽ വന്ന് കയറിയതും ശബ്ദമുണ്ടാക്കാതെ പതുക്കെ വാതിൽ ലോക്ക് ചെയ്ത് അരുൺ ഐശ്വര്യ ഇപ്പോഴും നല്ല മയക്കത്തിലാണോ എന്ന് ശ്രദ്ധിക്കുന്നു. ഐശ്വര്യ നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതോടെ വേഗം തന്നെ അരുൺ തന്റെ മൊബൈലിൽ അശ്വതിയെ വിളിച്ച ആ കോള് വേഗം ഡിലീറ്റ് ചെയ്യുന്നു. അരുൺ മൊബൈലിൽ ആ കോള് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഐശ്വര്യ കണ്ണു തുറക്കുന്നു. ഐശ്വര്യ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അരുൺ ഫോണിൽ എന്തോ ചെയ്യുന്നത് ഐശ്വര്യ കാണാനിടയാകുന്നു. അരുൺ അവളെ വിളിച്ചിട്ട് കോള് ഡിലീറ്റ് ചെയ്യുകയായിരിക്കും, അരുൺ ഫോൺ ചെയ്തിട്ട് തിരികെ വന്നതായിരിക്കും, അരുണിന്റെ ഇഷ്ടക്കാരിയില്ലേ, അവളെ വിളിച്ചതായിരിക്കും എന്നൊക്കെ ഐശ്വര്യ മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ടും അരുൺ താൻ എഴുന്നേറ്റത് അറിയണ്ട എന്ന ചിന്താഗതിയോടെ വീണ്ടും ഉറങ്ങിയതായി നടിക്കുന്നു. അപ്പോഴേക്കും ഐശ്വര്യ മനസ്സിൽ പറഞ്ഞു, ഇന്ന് അവളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് ഐശ്വര്യ അവിടെ കിടന്നു. ഈ സമയത്ത് അരുൺ വേഗം വന്ന് ഐശ്വര്യ മയക്കത്തിലാണോ എന്ന് ഒന്നുകൂടി നോക്കിയതിനു ശേഷം തന്റെ മൊബൈൽ ആ ടേബിളിലേക്ക് വെച്ചിട്ട് ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ബെഡിലേക്ക് കയറി കിടക്കുന്നു. അരുൺ അവിടേക്ക് കിടന്ന് പെട്ടെന്ന് അല്പസമയത്തിനുള്ളിൽ അരുൺ നല്ല മയക്കത്തിലാവുന്നു. ആ സമയത്ത് അരുൺ ഉറങ്ങിയോ എന്ന് എഴുന്നേറ്റ് വിസ്മയ അരുണിന്റെ മുഖത്തുകൂടി കൈവിരലുകൾ ഓടിച്ചു നോക്കുന്നു. അരുൺ നല്ല മയക്കത്തിലായെന്ന് ഉറപ്പായതോടെ ഐശ്വര്യ എഴുന്നേറ്റു. ഇന്ന് അരുണിന്റെ ആ ഇഷ്ടക്കാരിയെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും, അവളുടെ ഫോൺ നമ്പർ ഞാൻ കണ്ടെത്തും, എന്നിട്ട് ഇപ്പൊ തന്നെ അവളെ ഞാൻ തിരികെ വിളിച്ചിരിക്കും എന്ന് ഐശ്വര്യ തീരുമാനിച്ചു. വേഗം തന്നെ അരുണിന്റെ ഫോൺ കയ്യിലെടുത്തു. അതിലെ പാസ്വേഡ് അടിച്ചു കൊടുത്ത് അതിൽ വിളിച്ചിരിക്കുന്ന കോൾ ലിസ്റ്റ് പരിശോധിച്ചു. അതിലെ കോൾ ലിസ്റ്റ് നോക്കിയതും അല്പസമയത്തിന് മുൻപ് വിളിച്ച കോളുകളൊന്നും അതിൽ കാണുന്നില്ല. അല്ല, കുറച്ചു മുമ്പ് വിളിച്ച ആ കോള് അരുൺ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുമോ? അല്പം മുമ്പ് വിളിച്ചതാണല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അരുൺ മനഃപൂർവ്വം അത് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഇത്തവണത്തേക്ക് അരുൺ താൻ രക്ഷപ്പെട്ടു. എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല. എത്ര അരുൺ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അവളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് ഐശ്വര്യ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ഉറക്കത്തിലായിരുന്ന ശ്യാമയുടെ അഖിലിന്റെ റൂമിൽ അഖിലിന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. അരുണിന്റെ ഫോൺ അഖിലിന്റെ ഫോൺ അലാം അടിക്കുന്നത് കേട്ടതോടെ ശ്യാമ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഈ സമയത്ത് എന്താ അലാം അടിക്കുന്നതെന്ന് ഓർത്ത് ശ്യാമ എഴുന്നേറ്റും അലാമിന്റെ ശബ്ദം കേട്ട് അഖിലും പിന്നാലെ എഴുന്നേക്കുന്നു. ശ്യാമ എഴുന്നേറ്റ് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അഖിൽ വേഗം ചാടി എഴുന്നേറ്റു. ഉടനെ ശ്യാമ ചോദിച്ചു, അല്ല അഖിൽ സാർ, എന്താ ഈ സമയത്ത് അലാം വെച്ചിരിക്കുന്നത് എന്ന് ശ്യാമ ചോദിച്ചതും അഖിൽ ചിരിച്ചുകൊണ്ട് വേഗം ലൈറ്റ് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ സമയത്ത് എഴുന്നേക്കാൻ അലാം വെച്ചത് കൃത്യസമയത്ത് എഴുന്നേക്കാൻ എന്ന് അഖിൽ അറിയിച്ചു. അത് കേട്ടതും ശ്യാമ എന്താ കാര്യം എന്നറിയാതെ അതിശയത്തോടെ നോക്കി.
അപ്പോഴേക്കും അഖിൽ പറഞ്ഞു, അതെ, ഞാൻ അലാം വെച്ചത് വേറൊന്നിനുമല്ല, ഇന്ന് മുതൽ താൻ മ്യൂസിക് പ്രാക്ടീസ് തുടങ്ങുന്നു, അതിനുവേണ്ടിയാണ് എന്ന് പറഞ്ഞു. ശ്യാമ അതിശയത്തോടെ നോക്കിയതും അഖിൽ പറഞ്ഞു, അതെ, മ്യൂസിക് റിയാലിറ്റി ഷോയ്ക്ക് ഇനി അധിക ദിവസം ബാക്കിയില്ല, ഓഡിഷന് സമയം അടുത്തു വരുന്നു, അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് കേട്ട ഉടനെ ശ്യാമ പറഞ്ഞു, ഓ, റിയാലിറ്റി ഷോയ്ക്കൊന്നും ഞാൻ പോകുന്നില്ല സാറേ. ശരിയാണ്, പാടാനുള്ള കഴിവുണ്ട്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ എനിക്ക് ഭാഗ്യം കൂടി വേണ്ടേ? അതൊക്കെയുള്ളത്, ആ യോഗമുള്ളത് വിസ്മയ്ക്ക് മാത്രമാണ് സാർ. അതുകൊണ്ട് ഞാൻ എന്തായാലും പാട്ടിനൊന്നും പോകുന്നില്ല എന്ന് ശ്യാമ പറഞ്ഞത് കേട്ട് അഖിൽ വേഗം എഴുന്നേറ്റ് ശ്യാമയ്ക്കരികിലേക്ക് ചെന്നിരുന്നു. അതെ, വെളുപ്പാങ്കാലത്തെ താൻ ഇങ്ങനെ തന്റെ വിധിയെക്കുറിച്ച് പഴിക്കുകയാണല്ലോ എന്ന് അഖിൽ ശ്യാമയോട് ചോദിച്ചു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, വിധിയെ പഴിച്ചതല്ല സാർ, എന്റെ അനുഭവമാണ്, അതാ ഞാൻ പറഞ്ഞത് എന്ന് ശ്യാമ പറഞ്ഞത് കേട്ട് അഖിൽ ശ്യാമയെ സമാധാനിപ്പിക്കുന്നു. എടോ, അങ്ങനെ പല രീതിയിലും നമുക്ക് പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ നമുക്ക് അവസരങ്ങൾ വരുമ്പോൾ നമ്മളത് പ്രയോജനപ്പെടുത്തണം. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് കിട്ടാനുള്ളത് തീർച്ചയായിട്ടും നമ്മളെ തേടി വന്നിരിക്കും. അന്ന് വെച്ച് നമ്മളെ തേടി വരുമെന്ന് പറഞ്ഞ് നമ്മൾ പ്രയത്നിക്കാതിരിക്കരുത്. നമ്മൾ പ്രയത്നിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. കൂടുതൽ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കുള്ള സമ്മാനം നമുക്ക് തന്നെ കിട്ടും. അത് തീർച്ചയായും അഖിൽ ശ്യാമയോട് പറഞ്ഞു. അതുകൊണ്ട് മനസ്സിൽ മറ്റൊന്നും ഒരു ആലോചനയും വേണ്ട. എല്ലാം നമുക്ക് ശരിയാകുമെന്നും നമുക്ക് നേടാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങണം. അതാണ് വേണ്ടതെന്ന് അഖിൽ ശ്യാമയെ ഉപദേശിക്കുന്നു. അത് കേട്ടതും ശ്യാമ ചിരിച്ചുകൊണ്ട് അഖിലിനെ നോക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം അഖിലിനോട് ശ്യാമ പറഞ്ഞു, ശരി, സാറ് പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് ഇപ്പോ സാറിന്റെ വാക്കുകളിൽ വിശ്വാസമായി. സാറ് പറഞ്ഞതുപോലെ മ്യൂസിക് റിയാലിറ്റി ഷോയിൽ നമ്മൾ പങ്കെടുക്കും. തീർച്ച, സാറിന്റെ ആ വിശ്വാസം ഞാനും കണക്കിലെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നമ്മൾ പ്രാക്ടീസ് തുടങ്ങുന്നു. എന്താ, സന്തോഷമായില്ലേ എന്ന് ശ്യാമ അഖിലിനോട് ചോദിച്ചതും അഖിൽ ശ്യാമയെ നോക്കി പുഞ്ചിരിക്കുന്നു.